നമസ്കാരം. ഇന്ന് നിങ്ങളുമായി പങ്കുവെക്കുന്നത് മനുഷ്യൻ്റെ കണ്ടുപിടുത്തത്തിലെ പ്രധാനപ്പെട്ട ഒരു കണ്ടുപിടുത്തവുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങളാണ്. മനുഷ്യനോളം പഴക്കമുണ്ട് മനുഷ്യൻ്റെ കണ്ടുപിടുത്തങ്ങൾക്ക്. പ്രധാന കണ്ടുപിടുത്തങ്ങളിൽ പലതും മനുഷ്യജീവിതം തന്നെ മാറ്റിമറിച്ചതാണ്. അത്തരമൊരു കണ്ടുപിടുത്തമാണ് റെയിൽവേയുമായി ബന്ധപ്പെട്ടുള്ളത്. കരമാർഗമുള്ള യാത്ര എളുപ്പമാക്കുവാൻ മനുഷ്യൻ കണ്ടെത്തിയ ഏറ്റവും പ്രധാനപ്പെട്ട മാർഗമാണ് റെയിൽ ഗതാഗതം. യാത്രകൾക്കും ചരക്കുകൾ നീക്കം ചെയ്യുന്നതിനും ലോകമെമ്പാടും ഇന്ന് റെയിൽവേയെ ആശ്രയിക്കുന്നു. സാധനങ്ങളും മറ്റും കൊണ്ടുപോകാൻ തടി കൊണ്ടുണ്ടാക്കിയ പാളങ്ങളായി വന്ന പുരാതന ഗ്രീക്കുകാരാണ് ഈ രംഗത്തെ തുടക്കക്കാർ. ഇന്ന് കാണുന്ന തരത്തിൽ പൊതുഗതാഗതത്തിനു വേണ്ടി ആദ്യമായി റെയിൽ പാളങ്ങൾ സ്ഥാപിച്ചത് ഇംഗ്ലണ്ടിലാണ്. ആവി എഞ്ചിനുകൾ ഓടിക്കാനായി 1825 ജോർജ് സ്റ്റീഫൻസൺ എന്ന എഞ്ചിനീയറാണ് ഇത് നിർമ്മിച്ചത്. റെയിൽവേയുടെ പിതാവ് എന്നാണ് ജോർജ് സ്റ്റീഫൻസണെ വിളിക്കുന്നത്. വ്യവസായ വിപ്ലവത്തിൻ്റെ കാലഘട്ടത്തിൽ പല പുതിയ കണ്ടുപിടുത്തങ്ങൾക്കും വേഗതയേറി. റെയിൽ പാളങ്ങളിലൂടെ സഞ്ചരിക്കുന്ന വാഹനങ്ങളുടെ ചക്രങ്ങളും റെയിലുകളും ഇന്ന് ഉരുക്കുകൊണ്ടാണ് നിർമ്മിക്കുന്നത്. ഘർഷണം കുറവായതിനാൽ ഇവയിലൂടെ അതിവേഗം സഞ്ചരിക്കാൻ കഴിയും. പണ്ടത്തെ ആവി എഞ്ചിൻ തീവണ്ടികൾ മുതൽ ആധുനിക വൈദ്യുത ട്രെയിൻ വരെ ഇത്തരം പാളങ്ങളിലൂടെയാണ് ഓടുന്നത്. രണ്ട് റെയിലുകൾക്കിടയിലുള്ള അകലം ഗേജ് എന്നറിയപ്പെടുന്നു. മീറ്റർ ഗേജ്, ബ്രോഡ് ഗേജ്, നാരോ ഗേജ് എന്നിങ്ങനെ പല ഗേജുകളുള്ള റെയിൽവേ ലൈനുകളുണ്ട്. ലോകത്തിലെ ഏറ്റവും വലിയ റെയിൽ ശൃംഖലയുള്ള രാജ്യങ്ങളിൽ 3-ാം സ്ഥാനമാണ് ഇന്ത്യയ്ക്കുള്ളത്. ഇത് ഇന്ത്യയിലെയും ലോകത്തിലെയും മനുഷ്യൻ്റെ കണ്ടുപിടുത്തത്തിൽ റെയിൽ ഗതാഗതത്തിൻ്റെ പങ്ക് നിങ്ങളുമായി പങ്കുവച്ചു. ഇത് ഇത്രമാത്രം. നന്ദി, നമസ്കാരം.